കെയർ ബ്ലൂംസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തേതും പോലെ ഇന്നും കുറച്ച് ട്രോപ്പിക്കൽ താമരയുടെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊക്കെ ട്യൂബേഴ്സ് ആണെന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കഴിഞ്ഞ വീഡിയോയിലെ മത്സര വിജയിയെ ഞാൻ പ്രഖ്യാപിച്ചിട്ടില്ല. താമര ടബുകളിൽ കൊതുകിൻ്റെ കൂത്താടി വളരാൻ സാധ്യതയുണ്ട് മഴ സമയത്ത്. അതുകൊണ്ട് നിറയെ അസോള ഇടുക, അല്ലെങ്കിൽ ഗപ്പിയെ ഇട്ടാലും മതി. DTDC വഴിയാണ് ട്യൂബേഴ്സൊക്കെ അയക്കുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പുതുതായി വീഡിയോ കാണുന്നവരും ഇതുവരെ വീഡിയോ കണ്ടവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലെ മത്സര വിജയിയെ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. മത്സരം ഈ വീഡിയോയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിലും ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. ഇന്നത്തെ മത്സരവും എത്ര ട്യൂബേഴ്സാണോ ഞാൻ സെയിലിനായി കൊണ്ടുവന്നത് അതിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്തുകയാണ്. പുതുതായി താമരയുടെ ട്യൂബേഴ്സ് വാങ്ങി നടുന്നവർ 50 രൂപയുടെ ട്യൂബേഴ്സ് വാങ്ങാതിരിക്കുക. 100-ൻ്റെതോ 150-ൻ്റെയോ 200-ൻ്റെയോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വാങ്ങി നടുക. ഹെൽത്തി ട്യൂബേഴ്സ് വാങ്ങി നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ച് കിട്ടാതിരിക്കില്ല. 50 രൂപയുടെ ട്യൂബേഴ്സ് നമുക്ക് നട്ട് പരിചയമുള്ളവർ, കുറേ താമരകളൊക്കെ നട്ട് പരിചയമുള്ളവർ വാങ്ങി നടുക. എല്ലാവരും ആദ്യമായിട്ട് നടുന്നതാണ്, അതുകൊണ്ട് 50-ൻ്റെ മതി എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചു വരുന്നത്. പക്ഷേ മഴക്കാലത്ത് 50-ൻ്റെ ട്യൂബേഴ്സ് ചിലപ്പോൾ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമായി നടുന്നവർ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വാങ്ങി നടാൻ ശ്രമിക്കുക. 1-2 ഹെൽത്തി ആയ ട്യൂബേഴ്സ് വാങ്ങി നടുക. ആദ്യമായി താമര നടുന്നവർക്ക് സംശയം എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ നടുന്നതിൻ്റെ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. വീഡിയോ കണ്ട് നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ച് കിട്ടാതിരിക്കില്ല. മഴ സമയത്ത് നന്നായി പൂക്കൾ കിട്ടും താമരയ്ക്ക്. മഴ സമയം താമര നടുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നന്നായി പൂക്കൾ കിട്ടും. ഇനി ഇന്നത്തെ ഏതൊക്കെ താമരകളാണ് സെയിലിനായി കൊണ്ടുവന്നതെന്ന് നോക്കാം. എല്ലാം ട്രോപ്പിക്കൽ ഇനമാണ്. നന്നായി പൂ കിട്ടുന്ന താമര ഇനങ്ങളാണിന്ന് ഞാൻ സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ തൈ എറോ ഹെഡ് ജാസ്മിൻ എന്ന് പറയുന്ന ഇതിൻ്റെ തൈ സെയിലിനുണ്ട്. 100 റുപ്പീസാണ്, 100 രൂപയാണ്. ഇതിൻ്റെ പൂവുള്ള പ്ലാന്റ് സെയിലിനുണ്ട്. വേണ്ടുന്നവർക്കിത് വാങ്ങാം. എറോ ഹെഡ് ജാസ്മിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കൊലകൊലയായി വിരിയുന്ന പൂവാണിത്. അടുത്തത് ഏതൊക്കെ താമരയാണ് നോക്കാം നമുക്ക്. മിറക്കിളാണ് ഫസ്റ്റ്. പേര് പോലെ തന്നെ ഇതൊരു മിറക്കിൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ധാരാളം പെറ്റൽസ് ഉണ്ട്. കൂടാതെ ഇതിനെ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. 12 മാസവും നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. ഇത് 280-നാണ് കൊടുക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ്. 280 ആണ് ഇതിൻ്റെ വില. ഇത് 250-ൻ്റെ ട്യൂബേഴ്സാണ്. ട്യൂബേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ്. ട്യൂബേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എപ്പോഴും പൂക്കളുണ്ടാവും. പൂക്കൾ നിന്ന് കഴിഞ്ഞാലല്ലേ ട്യൂബേഴ്സ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മിറക്കിൾ. ഇത് 200-ൻ്റെ ട്യൂബേഴ്സാണ്. എല്ലാവരും ഇതിൻ്റെ റണ്ണേഴ്സാണ് വാങ്ങി നടുന്നതും എല്ലാം. ഞങ്ങളൊക്കെ റണ്ണേഴ്സാണ് വാങ്ങി നട്ടത്, ട്യൂബേഴ്സ് കിട്ടാത്തത് കൊണ്ട്. അടുത്തത് ലക്ഷ്മിയാണ്. ഇതും പേര് പോലെ തന്നെ ഒരു ലക്ഷ്മി തന്നെയാണ്. വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ. ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും. ഇതിൻ്റെയും കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട്. 250-യുടെ ട്യൂബേഴ്സാണിത്. 250-ൻ്റെ ട്യൂബേഴ്സാണ്. നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ്. ഫസ്റ്റൊക്കെ താമര വാങ്ങി നടുന്നവർ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വാങ്ങി നടാൻ ശ്രമിക്കുക. ഇത് 200-ൻ്റെ ട്യൂബേഴ്സാണ്. ലക്ഷ്മിയുടെ 250-ൻ്റെയും 200-ൻ്റെയും ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് കാമിലയിൽ നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. കാമിലയുടെ 250-ൻ്റെ ട്യൂബറാണിത്. ഇത് 200-ൻ്റെ ട്യൂബറാണ്.
200-ൻ്റെ ട്യൂബറാണിത്. അടുത്തത് 100-ൻ്റെ. അടുത്തത് അഫെക്ഷനാണ്. ഇത് ബൗൾ വെറൈറ്റി ആയി നമുക്ക് നടുന്ന ആണ് അഫെക്ഷൻ. നല്ല റെഡ് കളറിലുള്ള പൂവാണ്. വലിയ പോട്ടിലും നടാം, ചെറിയ പോട്ടിലും നടാം. അഫെക്ഷൻ്റെ 120-ൻ്റെ ട്യൂബേഴ്സാണ് ഇതൊക്കെ. 120 ഇതിൻ്റെ വില. 120. അടുത്തത് മഹിമയാണ്. റെഡ് പൂക്കൾ വേണ്ടവർക്ക് മഹിമ വാങ്ങി നടാം. മഹിമയുടെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ. നല്ല റെഡ് കളറിലുള്ള പൂവാണ് മഹിമ. മഹിമയുടെ ഒരു ട്യൂബറാണുള്ളത്. 230-നാണ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ്. വലിയ ട്യൂബറാണ്. 230 ഇതിൻ്റെ വില. അടുത്തത് ബൗൾ ലോട്ടസായ S1 ആണ്. നിറയെ പൂക്കൾ തരുന്ന ഒരു ബൗൾ വെറൈറ്റിയാണ് S1. S1-ൻ്റെ 230-ൻ്റെ ട്യൂബറാണിത്. 230 ഇതിൻ്റെ വില. അടുത്തതും ഒരു ബൗൾ വെറൈറ്റിയാണ്. പിങ്ക് ബൗൾ എന്ന് പറയുന്ന വെറൈറ്റി. നല്ല ഭംഗിയുള്ള ഫ്ലവറാണിത്. ചെറിയ പോട്ടിലും നടാം, വലിയ പോട്ടിൽ നട്ടാലും പൂക്കൾ കിട്ടും. നിറയെ പൂക്കൾ കിട്ടും. ഇതിൻ്റെ ട്യൂബറിൻ്റെ വില 200 200. വലിയ ട്യൂബറാണ്. 200 ഇതിൻ്റെ വില. ഇത് 180 ഇതിൻ്റെ വില. അടുത്തത് വൈറ്റ് പിയോണിയാണ്. വെള്ളത്താമര വേണ്ടവർക്ക് ഇത് വാങ്ങി നടാം. വൈറ്റ് പിയോണിയൻ ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ്. അധികം ട്യൂബർ കിട്ടാറില്ല. ഇതിൻ്റെ ട്യൂബറുണ്ട്. 200 വില. കുറച്ച് ട്യൂബറേ ഉള്ളൂ. 200 ഇതിൻ്റെ വില. 200. വെള്ളത്താമര വേണ്ടവർക്ക് ഇത് വാങ്ങി നടാം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വെള്ളത്താമര. അടുത്തത് റാണി റെഡ്. ഇതൊരു റാണി തന്നെയാണ്. റെഡിൻ്റെ റാണിയാണ് റാണി റെഡ്. റാണി റെഡിൻ്റെ 2 ട്യൂബർ മാത്രമേ ഉള്ളൂ. ഹെൽത്തി ട്യൂബറാണ്. വേരൊക്കെ വന്ന ട്യൂബറാണ്. 180-ക്കാണ് ഞാനിത് കൊടുക്കുന്നത്. 180. 180. അടുത്തത് ബുച്ചയാണ്. എപ്പോഴും പൂക്കൾ തരുന്ന 12 മാസവും പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ബുച്ച. ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. 180-ക്കാണ് കൊടുക്കുന്നത്. 180. എല്ലാ ട്യൂബേഴ്സും 180-ക്കാണ് കൊടുക്കുന്നത്. വേരൊക്കെ വന്ന ട്യൂബേഴ്സാണ്. വേരും ഇലയൊക്കെ വന്ന ട്യൂബേഴ്സാണ് ബുച്ചയുടേത്. 180. 180 ഇതിൻ്റെ വില. അടുത്തത് പിങ്ക് ക്ലൗഡ്. എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി. 15 ദിവസം കൊണ്ട് ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. റീപോർട്ടിൻ്റെ ആവശ്യമേ ഇല്ല. എപ്പോഴും പൂക്കൾ കിട്ടും. ഇത് 180 വില. അടുത്തത് തമോ. റെഡിൽ വലിയ ഫ്ലവർ വേണ്ടവർക്ക് തമോ ഓർഡർ ചെയ്യാം. തമോയും നല്ലോണം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് പെറ്റൽസ് ഉള്ള പൂക്കളാണ്. 200 ഇതിൻ്റെ വില. തമോ. അടുത്തത് റെഡ് ചെറിയാണ്. റെഡ് ചെറിയും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. റെഡ് കളറിലുള്ള പൂക്കൾ വേണ്ടവർക്ക് ഇത് വാങ്ങി നടാം. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് റെഡ് ചെറി. റെഡ് ചെറിയുടെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ. 2 ട്യൂബർ മാത്രമേ ഉള്ളൂ. 180. അടുത്തത് പിങ്ക് ഡയമണ്ടാണ്. പിങ്ക് ഡയമണ്ടിൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പിങ്ക് ഫ്ലവർ വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം. ഇതാണ് പിങ്ക് ഡയമണ്ടിൻ്റെ ട്യൂബർ. 200. അടുത്തത് പിങ്ക് ജുപിറ്ററാണ്. പിങ്ക് ജുപിറ്റർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. പിങ്ക് ജുപിറ്ററിൻ്റെ. പിങ്ക് ജുപിറ്ററും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. 180-ക്കാണ് കൊടുക്കുന്നത്. ഇതാ ഈ ട്യൂബേഴ്സിനൊക്കെ 180 വേരും ഇലയൊക്കെ വന്ന ട്യൂബേഴ്സാണ്. പെട്ടെന്ന് പിടിച്ച് കിട്ടും. അടുത്തത് കാവേരിയാണ്. കാവേരി അടിപൊളി ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കാവേരി. കാവേരിയുടെ 2 ട്യൂബർ മാത്രമേ ഉള്ളൂ. 200-നാണ് ഇത് കൊടുക്കുന്നത്. 200. വലിയ ട്യൂബറാണ്. 200-നാണ് ഇത് കൊടുക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ സെയിലിനായിട്ടുള്ള ഇന്നത്തെ
വീഡിയോയിലുള്ള ട്യൂബേഴ്സ് നിങ്ങൾക്ക് ഏത് ട്യൂബേഴ്സാണ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. സ്ക്രീൻഷോട്ടോ മെസ്സേജോ എന്ത് വേണമെങ്കിലും അയക്കാം. ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ ഇന്നത്തെ മത്സരം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ട്യൂബേഴ്സാണ് ഞാൻ സെയിലിനായി കൊണ്ടുവന്നതെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അടുത്ത വീഡിയോയിൽ 2 വീഡിയോയുടെയും കമൻ്റ് ഇട്ടവരെ ഞാൻ നറുക്കിട്ട് ഒരു വിജയിയെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക്സ്.